പ്രൈസ് ലോർഡ്. എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ക്രിസ്തു നാമത്തിൽ പറയുന്നതാണ്, മാണിപ്പറമ്പിന് അച്ഛൻ്റെ പിന്നാലെ നമുക്ക് പോകാം. അത്ര സത്യവും നീതിയും നേരിൻ്റെയും നെറിവിൻ്റെയും ആ നന്മയാണ്. അതെല്ലാം കളങ്കമില്ലാത്ത കറയില്ലാത്ത സത്യങ്ങളാണ് നമ്മുടെ മാണിക്കപ്പറമ്പ് അച്ഛൻ കാണുന്നു കേൾക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്ന സീറോ മലബാർ സഭയ്ക്ക് മാർപ്പാപ്പ അനുഗ്രഹമായി നൽകപ്പെട്ട ഏകീകൃത കുർബാന. അത് നമുക്ക് പൂർണ്ണമായി അവകാശപ്പെട്ടത്, കർത്താവിനാൽ നമുക്ക് നേടിത്തന്നത് ഏകീകൃത കുർബാന. അത് നമ്മുടെ സഭാ നേതൃത്വം അവര് നടപ്പിലാക്കുന്നില്ല. ഇത് പൈശാശക്തിയുടെ നേർരേഖയാണത്. നമ്മൾ മനസ്സിലാക്കുക, വിശ്വാസികൾ സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ പോകുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളോട് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ എത്ര വില കൊടുത്തും അത് സാധിച്ചെടുക്കും. ഇതിന് തുരങ്കം വെക്കുന്ന പൈശാശക്തികളാണ്. അത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവര്, ദൈവത്തിൻ്റെ ഔദാര്യം കൊണ്ട് കഫം തിന്ന് ജീവിക്കുന്നവരാണത്. കഫം തിന്ന് നന്ദിയില്ലാതെ നികൃഷ്ടമായി ജീവിക്കുന്നവര്, അവർ വേണമെങ്കിൽ ഇതിനെ എതിർക്കും. കർത്താവ് അനുഗ്രഹിച്ച മാർപ്പാപ്പ, നമ്മുടെ സഭാ തലവൻ അനുവദിച്ചിരിക്കുന്ന ഏകീകൃത കുർബാന നടപ്പിലാക്കാതിരിക്കാൻ ഇവരെന്ത് വില കൊടുത്തും അവർ ഏത് പൈശാശക്തി ഉപയോഗിക്കും, അത് ഏത് മാർഗവും ഉപയോഗിക്കും, ആരെ ബന്ധപ്പെടാൻ അതും ഉപയോഗിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് നേരെ വാ, നേരെ പോ. നമുക്ക് മാർപ്പാപ്പ അനുവദിച്ചേക്കണ കുർബാന അത് കിട്ടിയേ തീരൂ. അത് നടപ്പിലാകും. അത് ഉറപ്പാണ്. അത് ദൈവനാമത്തിൽ അത് എനിക്ക് തന്നെ വ്യക്തിപരമായി തന്നെ വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഓരോ യൂട്യൂബിലും കാണുന്ന തൊട്ട് സത്യം പറയുന്ന നമ്മുടെ മാണിപ്പറമ്പ് അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ അച്ഛൻ്റെ പിന്നാലെ നമ്മൾ അണിനിരക്കാം. അച്ഛൻ്റെ പിന്നാലെ നമുക്ക് അണിനിരക്കാം. കാരണം സത്യത്തിൻ്റെയും നീതിയുടെയും തോമാസ്ലിയുടെ പാത പിന്തുടരുന്ന വ്യക്തിമുദ്രയുള്ള പവിത്രമുള്ള പരിപാവനമായ പട്ടം കിട്ടിയേക്കണ ഒരു വിശുദ്ധ ഒരു ജീവിതമാണ് നമ്മുടെ മാണിപ്പറമ്പ് അച്ഛൻ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യത എന്ത്, നമുക്ക് ഓരോ രീതിയിലും അനുവദിച്ചിരിക്കുന്ന ആ കർമ്മ അനുഷ്ഠാനങ്ങൾ എന്ത് എന്ന് വ്യക്തമായി നമുക്കൊരു അച്ഛന്മാരും പറഞ്ഞു തന്നിട്ടില്ല. അച്ഛന് ദീർഘായുസ് ഉണ്ടാവട്ടെ, ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ, അച്ഛന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, അച്ഛൻ്റെ എല്ലാ ബുദ്ധിക്കും കഴിവിനും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത്രം നമുക്ക് ഇങ്ങനെയുള്ള നീതി പാലകരാണ് നമുക്ക് സഭയ്ക്ക് വേണ്ടത്, നമ്മളെ നയിക്കുന്നത്. ചിന്തയുള്ളവർ, കണ്ണുള്ളവർ, അത് മനസ്സിലാക്കാനും ചിന്തിക്കാനും അവർക്ക് കാണുവാനും സാധിക്കട്ടെ. കാതുള്ളവർ കേൾക്കട്ടെ. നമ്മളത് ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ പാത പിന്തുടരാം, എന്നിട്ട് നമുക്ക് മറ്റെല്ലാം നേടിയെടുക്കാം. ഇത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ പാത, കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ വഴി ആദ്യം തിരഞ്ഞെടുക്കുക. ഈ ഭൗതിക നേട്ടങ്ങളുടെ പുറകെ പോകാതെ അതും കർത്താവിനെ സ്വീകരിക്കുക. അതാണ് ഏകീകൃത കുർബാന നമുക്ക് ആദ്യം വേണ്ടത്. കർത്താവിനെ നമുക്ക് നേടിയെടുക്കാം, ഈശോനെ നമുക്ക് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഈ പൈശാച ശക്തികളെ നമ്മൾ തുരത്തി ഓടിക്കുക. എന്നിട്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് യാചിക്കുക. അതാണ് നന്ദിയുള്ളവൻ, നീതിയുള്ളവൻ, അനുസരണയുള്ളവൻ. അങ്ങനെ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികൾ അതാണ്. അല്ല അഹങ്കാരത്തിൻ്റെ തിമിരം മൂത്ത് അന്ധത പിടിച്ച വർഗത്തിൻ്റെ വിജാതിയെ പോലെ ജീവിക്കാനല്ല. ഇപ്പം അച്ഛൻ പറഞ്ഞു, നമ്മൾ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ, മറ്റു രീതിയിലുള്ള പ്രലോഭനങ്ങളും ഇനി നമ്മളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. നമുക്ക് സത്യമാർഗമാണ്, അത് സെൻറ്റ് തോമസ് നമ്മളെ കാണിച്ചേക്കണം. അല്ലാത്തവർ സെൻറ്റ് തോമസ് എന്നുള്ള സീറോ മലബാർ സഭ സെൻറ്റ് തോമസിൻ്റെ ആസ്ഥാനവും അതിൻ്റെ പവിത്രികവും പുലർത്തി പോകുന്ന സഭയാണത്. അത് വിശ്വസിച്ചില്ലെങ്കിൽ സഭയിൽ നിന്ന് മാറൂ. ദൈവത്തെ ഓർത്ത്
അതാണ് നന്ദിയുള്ളവരും തന്തയ്ക്ക് പിറന്നവരും. സഭയിൽ നിന്ന് വിശ്വാസികളെ ചെതറിക്കാനും അവരുടെ വിശ്വാസത്തെ അട്ടിമറിക്കാനും പാരമ്പര്യങ്ങളെ ഇല്ലാതാക്കുവാനും മുതിരിനേക്കാളും നല്ലതാണ് സ്വയം ആരും പിടിച്ചു കെട്ടിയിട്ടില്ല. സ്വയം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതാ റീത്ത് ആ റീത്തിലേക്ക് ചേക്കേറുക. മറ്റുള്ളവർ ആത്മീയ ചൈതന്യത്തിൽ ഉള്ളതും കൊണ്ട് അവർ വിശ്വസിച്ചും അത് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞു പോട്ടെ. അന്ന് തുരങ്കം വെക്കല്ലേ. ഇതിനെതിരെ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടത്ര സമ്പത്ത് ഉണ്ടാകും. നിങ്ങൾ സമ്പത്തിന് യൂദാസിനെ പോലെയുള്ള ആൾക്കാരാണ്. ഇതിനെതിരെ നിൽക്കുന്നവരെ സമ്പത്തെ നാണയങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി, അങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടി അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഉള്ള ഇതല്ല നമ്മുടെ സീറോ മലബാർ സഭ. അത് നിങ്ങൾക്ക് അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സഭയിലേക്ക് പോകാം. വേറെ രീതിയിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിൽ അതിനകത്ത് അനുയോജ്യമായിട്ട് ജീവിച്ച് നിങ്ങൾ ആ കർമ്മം ചെയ്തു പോവാം. ആരും പിടിച്ചു ഈ ഞങ്ങളെന്തിനാ വലിച്ചെടുക്കുക? ഞങ്ങളുടെ സഭയിൽ എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞങ്ങളുടെ സഭയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കാൻ തടസ്സം നിൽക്കുന്നത്? എന്ത് അധികാരം? ഏകീകരണ കുർബാന നടപ്പിലാക്കാൻ എത്രയും വേഗം കർത്താവ് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കട്ടെ. മാർപ്പാപ്പെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായിട്ട് കർത്താവിലേക്ക് ഉയർക്കപ്പെട്ട വിശുദ്ധ ജീവിതം ജീവിച്ച ആ മാർപ്പാപ്പ വിശുദ്ധിയിലേക്ക് അങ്ങ് പ്രയാണം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അത്ര നീതിയുള്ള, അത്ര സഭയ്ക്ക് വേണ്ടി പൊരുതിയ, സഭയുടെ നീതിജ്ഞാനത്തിൽ നിന്ന്, നീതിബോധത്തിൽ നിന്ന് നമുക്ക് കൽപ്പനകൾ പുറപ്പെടുവിച്ചതും ആജ്ഞാപിച്ചതും അത് എത്രയോ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ വിശുദ്ധ ജീവിതത്തിലൂടെ, വിശുദ്ധ മാർഗത്തിലൂടെ പോയ ആ പിതാവിൻ്റെ ആഹ്വാനമാണ് നമ്മൾ തിരസ്കരിക്കുന്നത്. നമ്മുടെ സഭാ നേതൃത്വം ഇതിനെന്ത് വില കൊടുത്തും നമുക്ക് അത് നേടിയെടുക്കണം. ഈ തിരസ്കരിക്കുന്നവർക്ക് എവിടെ ചെന്ന് ഈ പാപക്കറ കഴുകിക്കളയാൻ സാധിക്കും? അത്തരം നീചമായി വിവിധ വൈദികരും ചെയ്തു കൂട്ടുന്ന, മുന്നേറ്റക്കാരും ചെയ്തു കൂട്ടുന്ന, ഈ ബിഷപ്പുമാരും ഈ നേതൃത്വം വഹിക്കുന്നവർ ചെയ്തു കൂട്ടുന്ന മഹാപാപമെങ്കിലും ഇത് എവിടെ ചെന്ന് കഴുകി കളയും? ഒന്ന് ഓർക്കുക, ഈ പാപത്തിൻ്റെ ഉത്തരവാദി നിങ്ങളും നിങ്ങളുടെ തലമുറകളായിട്ടും അനുഭവിക്കുന്നതാണ്. ഈ വിശുദ്ധ വാരത്തിലൂടെ നമ്മൾ പിതാവ് നമുക്ക് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സ്നേഹത്തോടു കൂടി, ഐക്യത്തോടു കൂടി ഈ കൽപ്പന, ഈ ആഹ്വാനം നിങ്ങൾ തിരസ്കരിക്കാതെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു അംഗീകാരമാണ് ഈ സീറോ മലബാർ സഭയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് നശിപ്പിക്കാതെ, ഭിന്നിപ്പിക്കാതെ, ഏക സഹോദരത്തോട് തുല്യരായിട്ട് ഏകാഭിപ്രായത്തോടു കൂടി കുർബാന നമ്മൾക്ക് അനുവദിച്ചേക്കുന്ന കുർബാന ക്രമത്തിലൂടെ നിങ്ങൾ മുന്നേറുക, അത് പ്രാവർത്തികമാക്കുക. അത് സാധ്യമായിട്ട് വിശ്വാസികൾക്ക് ആത്മചൈതന്യം, ഉണർവും കൊടുക്കുക എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് നടപ്പാക്കാത്ത ഈ നേതൃത്വത്തെ എന്ത് പേര് പറഞ്ഞു വിളിക്കും? അനുസരണ എന്നൊരു മകുടം നമുക്ക് തന്നിരിക്കുന്ന ഈ സീറോ മലബാർ സഭയ്ക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പിതാവിൻ്റെ അനുസരണയിലെ കുരിശുമരണം, ഇതെൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന അനുസരണം പഠിപ്പിച്ച യേശുവിൻ്റെ മാതൃക പിന്തുടരുമെങ്കിൽ നമ്മൾ സഭാ തലവൻ്റെ മാതൃക ബിഷപ്പുമാരും അതിൻ്റെ സഭാ നേതൃത്വരും പിന്തുടരണം. അല്ലാത്തവർ സഭയ്ക്ക് പുറത്തു വേണം, സ്വയം പുറത്തു പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും സഭ രൂപീകരിച്ച് പുറത്തു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാറിയത്തിഷ അതിനകത്തേക്ക് പോകണം. അല്ല സീറോ മലബാർ സഭയിൽ നിന്നുകൊണ്ട് കടിച്ചു തൂങ്ങി ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിയും ഞങ്ങളെ പ്രകോപിപ്പിച്ചും ഞങ്ങളുടെ സഭ മക്കളെ ഭിന്നിപ്പിച്ചും ഈ ചെയ്തു കൂട്ടുന്ന നികൃഷ്ട പ്രവൃത്തികളെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ നേരിടും. ക്രിസ്ത്യാനികളാണെങ്കിൽ അതിന് ഏകീകരണ കുർബാന നടപ്പിലാക്കും. അത് സീറോ മലബാർ സഭയിൽ തന്നെ, അത് തീർച്ച, അത് 3 വട്ടം തീർച്ച. അത് ക്രിസ്തുവിൻ്റെ ശിക്ഷണ പത്രോസിന്റെ പിൻഗാമി പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ തീരുമാനം നടപ്പിലാക്കും. ഒരു അന്ധകാര ശക്തിക്കും ഇവിടെ വില പോവില്ല. അത് അത്ര
വേരുപിടിച്ച പരമ്പരാഗതമായിട്ട് പാരമ്പര്യമുള്ള ക്രിസ്തുവിൽ അനുഷ്ഠാന ജീവിതം നയിച്ച, ക്രിസ്തുവിൽ ജീവിച്ച, ഉപവാസവും പ്രാർത്ഥനയും ആത്മചൈതന്യത്തിലും പാരമ്പര്യമായിട്ട് ജീവിച്ച മക്കളാണ് ഈ പറയുന്നത്, വിശ്വാസികളാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഏകീകരണ കുർബാന സീറോ മലബാർ സഭയിൽ പൂർണ്ണമായി നടപ്പിലാകും, നടപ്പിൽ വരുത്തും. ഇതാണ് എളിയ വിശ്വാസിയുടെ പ്രാർത്ഥനയും. അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു എളിയ വിശ്വാസിയാണ് ജോസ് വി ദേവസി. ഓക്കെ, താങ്ക് യു.